നാലാം തലമുറ സ്വിഫ്റ്റ് മെയ് 9 ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് മാരുതി സുസുക്കി. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുതിയ സ്വിഫ്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കും. പുതിയ മോഡലിന്റെ വിലയുൾപ്പെടെ നാളെ മാരുതി പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷം ജപ്പാനിൽ മാരുതി പുതിയ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തിരുന്നു. ഡിസൈനിലും ഫീച്ചറുകളിലും എഞ്ചിനുകളിലും വലിയ മാറ്റങ്ങളോടെയാണ് പുതിയ സ്വിഫ്റ്റ് വിപണിയിലെത്തുന്നത്. നിലവിൽ 11,000 രൂപ നൽകിയാൽ വാഹനം ബുക്ക് ചെയ്യാനാകും. ഈ മാസം തന്നെ കാറിന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. LXi, VXi, ZXi എന്നിവയാണവ. എന്നാൽ പുതിയ വേരിയന്റായ വോക്സിയും പുതിയ സ്വിഫ്റ്റിലുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിലെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് പുതിയതിന്റെ ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങൾ പ്രകടമാണ്. ജപ്പാനിൽ അവതരിപ്പിച്ച സ്വിഫ്റ്റിന്റെ പല ഡിസൈനുകളും ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന സ്വിഫ്റ്റിലുമുണ്ടാകും. LED ഹെഡ്ലൈറ്റിന്റെയും DRLന്റെയും ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പുതിയ സ്വിഫ്റ്റിൽ അലോയ് വീലുകളാണ് ഉപയോഗിക്കുന്നത്. 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനിൽ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, അപ്ഡേറ്റ് ചെയ്ത ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി തുടങ്ങിയ സൗകര്യങ്ങളും പുതിയ സ്വിഫ്റ്റിലുണ്ട്. കൂടാതെ 360° ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, വയർലെസ് ചാർജിംഗ് തുടങ്ങിയവയും പുതിയ സ്വിഫ്റ്റിലുണ്ട്. 1.2 ലിറ്റർ വരുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് പുതിയ സ്വിഫ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 80 bhp കരുത്തും പരമാവധി 112 Nm ടോർക്കും ഈ എഞ്ചിൻ തരുന്നു. 25.72 kmpl പുതിയ എഞ്ചിൻ നൽകുന്ന മൈലേജ്. നിലവിലെ സ്വിഫ്റ്റിന്റെ വില 7.16 ലക്ഷം മുതൽ 10.55 ലക്ഷം വരെയാണ്. എന്നാൽ 7 ലക്ഷത്തിൽ കുറവായിരിക്കും പുതിയ സ്വിഫ്റ്റിന്റെ പ്രാരംഭ വില. പരമാവധി വില 10 ലക്ഷത്തിനുള്ളിലായിരിക്കും.